ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രായ ലേഖനം 13 അധ്യായം 6 വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല എന്ന് നാം അവിടെ വായിക്കുന്നു. ഇവിടെ വായിച്ച ദൈവവചനത്തിലൂടെ നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചന, പേടിക്കത്തില്ല. പലർക്കും പല പേടികളുണ്ട്. ചിലർക്കൊക്കെ രക്തം കാണുമ്പോൾ പേടിയാണ്, ചിലർക്ക് പല്ലിയെ കണ്ടാൽ പേടി, പാറ്റായെ കണ്ടാൽ പേടി, ഇട്ടുകാലിയെ കണ്ടാൽ പേടി, പട്ടി, പൂച്ച, പാമ്പ്, ചേര ഇതെല്ലാം കാണുമ്പോൾ പേടിയുള്ളവരുണ്ട്. ഇവർക്കെല്ലാം ഓരോ പേടികളാണ്. ഇടി വെട്ടുന്നത് പേടിയാണ്, കൊല്ലാൻ മിന്നുന്നത് പേടിയാണ്, ശക്തമായ മഴയും കാറ്റുമൊക്കെ അടിക്കുമ്പോൾ പേടിയുള്ളവരുണ്ട്, മരം പൊഴുത് വീട്ടിൽ വീഴുമോ എന്നൊക്കെയുള്ള പേടികളുള്ളവരുണ്ട്, കടയിൽ പോകാൻ പേടിയുള്ളവരുണ്ട്, ബസ്സിൽ കയറാൻ പേടിയുണ്ട്, ബൈക്കിൽ കയറാൻ പേടി, ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ പേടി എന്ന് വേണ്ട മൊത്തം പേടിയുള്ളവരാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുള്ളവരുണ്ട്, മരണത്തെ പേടിയുള്ളവരുണ്ട്. എല്ലാവർക്കും ഏറ്റവും വലിയ പേടി മരണത്തെയാണ്. മാരക രോഗങ്ങൾ വരുമ്പോഴും ചില രോഗങ്ങൾ വരുമ്പോഴും ഒക്കെ പേടിയുള്ളവരുണ്ട്. ഇങ്ങനെ പേടിയുള്ളവർ പേടിച്ച് 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 ജീവിക്കുന്നു. ചിലർക്ക് ചില ഭക്ഷണം കഴിക്കാൻ പേടിയാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലൂടെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകുന്നു. അപ്പോൾ ഭയമുള്ളവർ പേടിക്കുന്നു. ദൈവവചനം പറയുന്നു പേടിക്കത്തില്ല. എന്താ പേടിക്കാത്ത? കർത്താവ് തുണയായി കൂടെ ഉണ്ട്. കർത്താവ് തുണയായി കൂടെ ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട കാര്യങ്ങളില്ല. ചില രോഗങ്ങൾ, ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ പേടി തോന്നുന്നവരുണ്ട്. അതെ, ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഈസ്ക്യാവ് മരിക്കത്തക്ക രോഗം പിടിപെട്ടു, താൻ വലിയ കഷ്ടതയിലായെന്ന് പറയും. അപ്പോൾ യെശയ്യാവ് പറഞ്ഞു, നീ നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രഹകാര്യം, താൻ രാജാവാണ്, രാജാവിൻ്റെ ഗ്രഹകാര്യങ്ങൾ എല്ലാം എഴുതി വെക്കേണ്ടതുപോലെ എഴുതി വെച്ച് ആരെയാണോ അടുത്ത കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കണം എന്നതാണല്ലോ. അപ്പോൾ ക്രമത്തിലാക്കണം, ക്രമമായിട്ടെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം നീ മരിക്കേണ്ടത് എന്നുള്ളതായ ആലോചന പറഞ്ഞപ്പോൾ തനിക്ക് വലിയ സങ്കടം തോന്നി. ഒന്നാമത് താൻ രോഗിയായി രോഗത്തിൻ്റെ വേദനയിൽ ഭാരപ്പെട്ട് കിടക്കുമ്പം ഈ ദൂതൂടെ കേട്ടമ്പം അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നി. അദ്ദേഹം ദേഷ്യപ്പെടുകയോ കോപിക്കുകയോ ഒന്നും ചെയ്തില്ല ദൂത് പറഞ്ഞ ആളിനോട്. ദൂത് കേട്ട ഉടൻ തന്നെ താൻ വളരെ സങ്കടപ്പെട്ടു. അവിടെ നമ്മൾ വായിക്കുന്നു, അയ്യോ യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ദൈവത്തിൻ്റെ ആലോചനപ്രകാരമൊക്കെ ജീവിച്ചതൊക്കെ നീ ഓർക്കണമെന്നാണ് താൻ അവിടെ ഓർപ്പിച്ച് പറയുന്നത്. അങ്ങനെ ഓർപ്പിച്ചുണർത്തി പറയുന്ന ആലോചന ദൈവസന്നിധി കരഞ്ഞുകൊണ്ട് താൻ പറഞ്ഞത്. രോഗത്താൽ വേദനപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് സങ്കടമല്ലാതെ പിന്നെന്താ ഉള്ളത്? അപ്പോൾ അതിൻ്റെ കൂടി ഈ ദൂതൂടെ കേട്ടപ്പോൾ സങ്കടം കൂടി, വേദന കൂടി. താൻ മനസ്സ് തകർന്ന് ദൈവത്തെ വിളിച്ചു, ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചു. ദൈവം പറയുന്നു, മനസ്സ് തകർന്നവരെ ഞാൻ രക്ഷിക്കും, ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ താൻ ആ കേട്ട വാക്കുകൾ നിമിത്തം മുഖം ചുവരോട് തിരിച്ച് താൻ പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ. നമ്മളതൊക്കെ വായിച്ചു വിടാറേ ഉള്ളൂ ആ വാക്യങ്ങളൊക്കെ. പക്ഷെ അതെങ്ങനെയാണ് താൻ ദൈവസന്നിധിയിൽ കരഞ്ഞത്? നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ ഒരാൾ നമ്മളെ കാണാൻ വരുമ്പം, അയ്യോ നീ വന്നോ മോനെ,
അയ്യോ നീ വന്നോ മകളെ എന്ന് പറയുന്നത് പോലെ ഇവിടെ അയ്യോ യഹോവ, അന്നത്തെ കാലത്ത് യഹോവയാണ്, ഇന്ന് യേശുവെ എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചു താൻ കാര്യം പറഞ്ഞു. ആമേൻ. ദൈവസന്നിധിയിൽ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഓർത്തു, അവനെ വിടുവിച്ചു, അവന് ആയുസ് നീട്ടിക്കൊടുത്തു, സൗഖ്യം കൊടുത്തു. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം മുമ്പാകെ വിളിച്ചു പറയേണ്ട ആലോചനകളുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഹൃദയം നുറുങ്ങിയാൽ, മനസ്സ് തകർന്നാൽ യേശു കണ്ണുനീർ കാണുമ്പോൾ നിൽക്കും. യേശു വിടുവിക്കും, സൗഖ്യമാക്കും. അങ്ങനെ കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. എൻ്റെ തുണയായവൻ, ഇണയല്ല തുണയായവൻ, എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പേടിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്ത് വിഷയം വരട്ടെ ഞാൻ പേടിക്കില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.